ഏവർക്കും ദൈവനാമത്തിൽ വന്ദനം. സ്നേഹിതരെ, ശാരീരികവും ആത്മീയവുമായി നേരിടേണ്ടി വരുന്ന നോവുന്ന അമ്പുകളെ പ്രതിരോധിക്കുവാനുള്ള രക്ഷാകവചമാണ് നോമ്പ്. എപ്രകാരമാണ് നോമ്പ് നോൽക്കേണ്ടതെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. രൂപാന്തരപ്പെടലിൻ്റെ അനുഭവമാണ് വിശുദ്ധ നോമ്പ്. ദൈവഹിതത്തിനെതിരായി നാം ചെയ്യുന്നത് എന്തും ഉപേക്ഷിക്കലാണ് നോമ്പ്. ദൈവസ്നേഹത്തേക്കാൾ ഉപരിയായി ഈ ലോക ജീവിതത്തിൽ എന്തിനാണോ നാം കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതിനെ വർജിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിന് കൂടുതൽ ആഴത്തിൽ ഇറങ്ങി ചെല്ലുവാനും കർത്താവിൻ്റെ സഹനങ്ങളിൽ പങ്കാളികളാകുവാനുമുള്ള ഒരുക്കമാണ് നോമ്പ്. ഈ ലോക ജീവിതത്തിൽ നമ്മൾ അടിമകളായിരിക്കുന്ന ഭക്ഷണങ്ങൾ, ലഹരികൾ, സോഷ്യൽ മീഡിയ ഉപയോഗം, ദുഷ്ചിന്തകൾ, ദുഷ്പ്രവൃത്തികൾ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് കർത്താവിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള ആഹ്വാനമാണ് നോമ്പ്. ദൈവഹിതത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ 6 കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. 1. കഷ്ടതയിൽ സഹിഷ്ണുതയുള്ളവരായിരിക്കുക. 2. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായിരിക്കുക. 3. ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കുക. 4. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുക. 5. എളിയവരോട് ചേർന്ന് കൊള്ളുക. 6. സകല മനുഷ്യരോടും സമാധാനപ്രിയരായിരിക്കുക. മത്സ്യമാംസാദികൾ ത്യജിക്കുക മാത്രമല്ല നോമ്പ്. ഇപ്രകാരം ജീവിതത്തെ പരിപൂർണമായും ചിട്ടപ്പെടുത്തലാണ് നോമ്പ്. വിശുദ്ധ നോമ്പിലൂടെ നാം കർത്താവിൻ്റെ സഹനങ്ങളിൽ പങ്കാളികളാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. ഒന്നാമതായി, ശാരീരിക മാനസിക പ്രതിസന്ധികളെ നേരിടുവാൻ തക്കവിധം നമുക്ക് ശക്തി ലഭിക്കുന്നു. 18-ാം സങ്കീർത്തനം 29-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. രണ്ടാമതായി, നോമ്പിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം, വഴിയറിയാതുടരുന്ന നൗക പോലെയുള്ള നമ്മുടെ ജീവിതത്തിൽ നേരായ പാതയിൽ ദൈവം നമ്മെ നയിക്കും. 18-ാം സങ്കീർത്തനത്തിലെ 32-ാം വാക്യം ഇപ്രകാരമാണ്: എൻ്റെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി, വിശുദ്ധ നോമ്പിലൂടെ നാം തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ശക്തിയെ പുതുക്കി കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുന്നവരുമായി തീരും. വിശുദ്ധ നോമ്പിലൂടെ ശാരീരിക മാനസിക രൂപാന്തരീകരണവും നേടുവാനും കർത്താവിൻ്റെ സഹനത്തിൽ പങ്കാളികളാകുവാനും സാധിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിൽ വ്യാപരിക്കട്ടെ. ആമീൻ.